ഹായ്. ബാലൻ ബാലൻ സിനിമ കണ്ടു. ഡയറക്റ്റഡ് ബൈ ചിദംബരം, എഴുതിയത് ചിത്തു മാധവ്, സിനിമാറ്റോഗ്രാഫി ഷൈജു ഖാലിദ്, മ്യൂസിക് സുഷിൻ ശ്യാം. വേറെ എന്ത് വേണം ഒരു സിനിമ കാണാൻ? എല്ലാ ടോപ്പ് നോച്ച് ടെക്നീഷ്യൻസും കൂടെ ഒരു സിനിമയിൽ. ഇത് മതി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ബുക്ക് ചെയ്യാനായിട്ട്. പക്ഷേ ഇതിനേക്കാൾ ഉപരി ഇതിൻ്റെ ട്രെയിലറിൻ്റെ ആ ഒരു എഫക്റ്റ്, ആ ഒരു ഇമ്പാക്റ്റ്, ആ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ വേറെ ലെവൽ ട്രെയിലർ. അതൊരു ത്രില്ലറാണോ, അതൊരു മിസ്റ്ററി ആണോ, അതൊരു സൈക്കോളജിക്കൽ ഒരു മിസ്റ്ററി. ഇതാണ് എനിക്ക് ആ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജേണറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബുക്ക് ചെയ്തു. ഇന്നിപ്പോൾ ഫസ്റ്റ് ഷോ ആണെന്നറിയില്ല, 10 മണിക്കുള്ള ഷോ കണ്ടിട്ട് വന്നിരിക്കുവാണ് അതിൻ്റെ വിശേഷങ്ങൾ പറയാൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിലെ ഇൻട്രൊഡ്യൂസിങ് നമ്മുടെ ഹീറോയിൻ്റെ പേര് ഫർസാന പാലത്തിങ്കൽ, ആ ബാലൻ്റെ അമ്മയായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ പേര് ബാലൻ എന്നല്ല, ബാലൻ്റെ അമ്മ എന്ന് ഇടണം. അതാണ് കറക്റ്റ് ആപ്റ്റ് പേര്. ആ പുള്ളിക്കാരി ഇത് ഡെബ്യൂ ആണോ എന്നറിയില്ല, പുതിയ അതായത് ഫസ്റ്റ് മൂവി ആണോ എന്നറിയില്ല, പക്ഷെ നല്ല പെർഫോമൻസ് ആണ്. ആ പുള്ളിക്കാരി എനിക്ക് കാണുമ്പോൾ നമ്മളെ പണ്ട് D4 ഡാൻസിലൊരു ആങ്കർ ഉണ്ട്, പിന്നെ ഒരു സിനിമയിലൊക്കെ ഉണ്ടായിരുന്നു ജുവലിൻ്റെ സെയിം ജുവൽ, എവിടേക്കോ ജുവൽ. അതുപോലെ കാസ്റ്റിംഗ്, ഈ പുള്ളിക്കാരിയുടെ മകനായിട്ടാണ് ഇതിലെ ബാലൻ എന്നുള്ള ലീഡ് ക്യാരക്ടർ അഭിനയം ചെയ്യുന്നത്. ആ ചെറുക്കനെ കണ്ടാൽ ഇവരുടെ സ്വന്തം മോനാണെന്ന് തോന്നും. അമ്മ അതിൽ ഡിറ്റോ. ഇവരുടെ കണ്ണ്, അതായത് ഈ അമ്മയായിട്ട് അഭിനയിച്ച ഫർസാന പാലത്തിങ്കലിൻ്റെ കണ്ണുകൾ കറക്റ്റ് ആ ചെറുക്കനുമുണ്ട്. അപ്പം നമുക്ക് തോന്നും സെയിം. അത് കാസ്റ്റിംഗ് ഒരു രക്ഷയില്ല. പിന്നെ ഉള്ളതൊരു അമ്മൂമ്മയുണ്ട്. ആ അമ്മൂമ്മയുടെ ശബ്ദത്തിലാണ് നമ്മുടെ സിനിമ തുടങ്ങുമ്പോൾ ഈ സ്റ്റാറ്റുറ്ററി വാണിങ്ങൊക്കെ പറയുന്നത്. അപ്പോൾ അത് ആരുടെയും അമ്മച്ചി നമ്മളെല്ലാവരും വിചാരിച്ചു. പിന്നീട് പോയപ്പോഴാണ് മനസ്സിലായത്, ഇതാണ് അമ്മച്ചി. ആ അമ്മച്ചിയുടെ ക്യാരക്ടർ കുറച്ച് സ്പേസേ ഉള്ളൂ, പക്ഷെ അടിപൊളി. അമ്മച്ചി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു തീമെന്ന് പറയുമ്പോൾ ഇതൊരു തീം പറഞ്ഞാൽ ഫുള്ള് കഥയിലോട്ടായിപ്പോൾ. ഈ സ്ത്രീയുടെ ഈ കൊച്ചിറകനും, അതായത് മകനുമായിട്ട് ഒരു സ്ഥലത്ത് താമസിക്കുന്നു. അവിടെ ഒരു പേര്, അത് കുറച്ചു കാലം കഴിയുമ്പോൾ അവരെ പിടിക്കപ്പെടുമെന്നാവുമ്പോൾ വേറെ സ്ഥലത്തോട്ട് പോകുന്നു. വേറെ പേരും, വേറെ രൂപം, വേറെ തൊഴിൽ, അങ്ങനെ. അപ്പോൾ എന്തുകൊണ്ടാണ് അവരിങ്ങനെ ആൾ മാറി വേറെ സ്ഥലത്ത് എപ്പോഴെപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് അതിൻ്റെ പിന്നിലെ കഥ, എന്താണ് അവരുടെ ആ ഒരു ഫ്ലാഷ് ബാക്ക് എന്നതൊക്കെയുള്ളതാണ് ഫസ്റ്റ് ഹാഫ്. അവരെത്തിപ്പെടുന്നതാണ് അവസാനം ഈ ഒരു അമ്മൂമ്മയുടെ വീട്ടിലോട്ട്. അതിനുശേഷം എന്തൊക്കെ ഉണ്ടായി, അവിടെ വെച്ചാണ് കഥയുടെ ഒരു മെയിൻ പ്ലോട്ട് തന്നെ സ്റ്റാർട്ടാവുന്നത്. ഇതിൽ പെർഫോമൻസുകളാണ് മെയിൻ. ഈ പുതിയ നായികയായ നമ്മുടെ ഫർസാനയുടെയും അതുപോലെ അമ്മച്ചിയുടെയും ആ ചെറുക്കൻ്റെയൊക്കെ നല്ല പെർഫോമൻസാണ്. ഫസ്റ്റ് ഹാഫ് ബ്രില്യൻറ്റ്, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നല്ല ലാഗുണ്ട്, പക്ഷേ ആ ലാഗ്, അതായത് ക്ഷമ വേണം, സമയമെടുക്കും, അങ്ങനത്തെ ഒരു സ്റ്റോറിയാണത്. സോ സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് പലയിടത്തും വേറെ ലെവൽ. കാരണം എന്ന് വെച്ചാൽ നല്ല ഇലവേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരും ആ ഒരു സീനിനെ. ആ ബീജം ഇങ്ങനെ റൈസായി കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ഇവിടെ കിട്ടും. ഇത് കൂടുതൽ ഇമോഷൻ വെച്ചിട്ടുള്ളൊരു കളിയാണ് കൂടുതലും, പക്ഷെ ആ ഇമോഷൻ എനിക്ക് ഈ സെക്കൻഡ് ഹാഫിൽ ഇങ്ങോട്ട് ഒട്ടും കിട്ടില്ല. സെക്കൻഡ് ഹാഫ്, അതായത് ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെൽ വരെ വേറെ ലെവൽ, എനിക്ക് അങ്ങനെ തന്നെ പറയാം, വേറെ ലെവൽ. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തത് തൊട്ട് ലാഗ് പ്രോ മാക്സ്. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് കാണാൻ പോയത്. അപ്പോൾ അവനും സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം നല്ല എഴുച്ചിൽ എന്ന് വെച്ചാൽ നല്ല എഴുച്ചിൽ. പിന്നെ ഒരു ക്യാമിയോ ഉണ്ട്, വൺ ഓഫ് ദ ടോപ്പ് സ്റ്റാർസ് ഓഫ് മോളിവുഡ് ഇതിൽ ക്യാമിയോ ചെയ്തിട്ടുണ്ട്. അത് ഓക്കെ, തരക്കേടില്ല. ആ പുള്ളിക്കാരൻ തന്നെ അത് ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷെ സ്റ്റിൽ ആ റോൾ ആ പുള്ളിക്കാരൻ ചെയ്തതുകൊണ്ടും നല്ല രീതിക്ക് വന്നിട്ടുണ്ട് ആ റോള്. സെക്കൻഡ് ഹാഫിൽ നമുക്ക് നമ്മളെ ലാൽ ജൂനിയറിനെ കാണാം, ഒരു പോലീസുകാരനായിട്ട് ട്രെയിലറിലുണ്ട്. പിന്നെ നമുക്കുള്ളത് ഗിരീഷട്ടൻ, നമ്മുടെ പ്രേമലു പുള്ളിക്കാരനുണ്ട്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴാണ് മെയിനായിട്ട് പാളിയത് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത്. കാരണം ഇമോഷൻസ് ഒന്നും വർക്കൗട്ട് ആയില്ല. ഇമോഷൻസ് ആണ് ഫുൾ സിനിമയും. അത് നമുക്ക് കണക്റ്റായാൽ മാത്രമേ നമ്മളതിലോട്ട് ഇന്നാവത്തുള്ളൂ. ഫസ്റ്റ് ഹാഫ് നമ്മൾ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കും, സ്ലോ ആണെങ്കിലും. കാരണം എന്താണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത്, എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു പ്രതീതി സിനിമയ്ക്ക് തരാൻ പറ്റും. സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്കും അതങ്ങോട്ട് പോയി. എന്നെ സംബന്ധിച്ച്, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. ഒരിക്കലും ഒരു മോശം സിനിമയല്ല, നല്ല സിനിമയാണ്. പക്ഷേ എൻ്റെ ഒരു കപ്പ് ഓഫ് ടീ അല്ല, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ക്ലൈമാക്സ് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ചെറിയ രീതിക്കുള്ളൊരു ട്വിസ്റ്റ്. വലിയ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട. ആ ട്വിസ്റ്റ് വളരെ
നല്ലതായിരുന്നു, നല്ല ഗംഭീരമായിട്ടുള്ള ട്വിസ്റ്റാണ്. അത് കാണുമ്പോൾ നമുക്കൊരു കുറച്ച് റിലീഫ് കിട്ടും. ഓക്കെ, ആവൂ അവസാനമായപ്പോൾ ഒരു എന്തൊക്കെയോ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം കിട്ടും. ഇതൊരു ത്രില്ലറോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വയലൻസ് കാണിക്കുന്ന സിനിമയോ ഒന്നുമല്ല. ജസ്റ്റ് ഒരു നോർമൽ മോഡിൽ പോകുന്ന ഒരു ഡ്രാമ, അങ്ങനെ വേണം പറയാൻ. ഇതൊരു ഡോക്യുമെൻ്ററി ടൈപ്പ് പടമാണ്. സ്ക്രീൻ റേഷ്യോ പോലും ഞാൻ കണ്ട തിയേറ്ററിൽ സ്ക്രീൻ റേഷ്യോ ഫുള്ളല്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ. ബാക്കി പെർഫോമൻസ് കാര്യങ്ങളാണെങ്കിലും മ്യൂസിക്, ഡയറക്ഷൻ, സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ് എല്ലാം കിടിലം. പക്ഷെ കണ്ടന്റ് വൈസ് നോക്കുമ്പോൾ ഇത് സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ വെട്ടി ട്രിമ്മാക്കി കഴിഞ്ഞ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിലുള്ള അതേ സ്റ്റോറി പിന്നീട് കുറച്ചുകൂടെ ബെറ്ററാക്കി കൊണ്ടുപോയാൽ കുറച്ചുകൂടെ നല്ലതായിരുന്നേനെ എന്ന് എനിക്ക് പേഴ്സണലി ഫീലായി. അപ്പോൾ എൻ്റെ ഫീലിംഗ് എങ്ങനെയെന്ന് വെച്ചാൽ, തിയേറ്ററിൽ പോയി ഇത് കാണേണ്ട ഒരു പടമാണോ എന്ന് ചോദിച്ചാൽ കാണാം, മോശമല്ല, ഒരിക്കലും മോശമല്ല. പക്ഷേ ഇത് OTT-യിൽ വന്നാൽ കാണാം. അങ്ങനത്തെ ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീലായത്. ഇതെൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് പോയി കണ്ടിട്ട് ബാക്കി തീരുമാനിക്കാം. നല്ല ക്രാഫ്റ്റാണ് പടം. ഒരു സീരിയസ് നോട്ടാണ് പിടിച്ചേക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇത് എത്തിയില്ല. ആ ഒരു ഇമോഷൻ വർക്കായില്ല. എനിക്ക് ആ അമ്മയും മകനുമായിട്ടുള്ള ഒരു സീൻസ്, സെൻറ്റിമെൻ്റൽ സീൻസൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് അത്രത്തോളം അങ്ങോട്ട് ഇതായില്ല. കാരണം അതിന് മാത്രമുള്ളൊരു ഇമ്പാക്റ്റ് ആ ഒരു കണ്ടന്റിന് തരാൻ സാധിച്ചില്ല എന്നെ സംബന്ധിച്ച്. അപ്പോൾ എല്ലാവരും പോയി കാണുക. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുമായിരിക്കും. എനിക്കും എൻ്റെ ഫ്രണ്ടിനും ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ കുറച്ച് ഡിലേ, അല്ല കുറച്ച് ലാഗ്, അതും കൂടെ ബെറ്റർ ആയിരുന്നെങ്കിൽ കാണാം. എന്തായാലും എന്നെ സംബന്ധിച്ചൊരു 1 ടൈം വാച്ചബിളാണ് ബാലൻ.